സമയത്തോട് പറയാനുള്ളൂ. 87 വയസ്സായ യോനയുടെ മകൻ കുടുംബത്തിലെ 9 മക്കളിൽ ഏറ്റവും മൂത്തവനായി ശേഷിക്കുക. എന്നെ സഹോദരിമാർ മൂത്തവൻ ആണിൽ മൂത്തവനാണ്. ഞാൻ ഇത് തന്നെ സങ്കടപ്പെടുമോ എന്നുള്ള സംശയമാണുണ്ടായി. എന്തായാലും വലിയവനായ ദൈവം നമ്മളൊക്കെ കാണുവാനും കഴിഞ്ഞ വർഷത്തിൽ നിന്നും അധികം സംഘാടകർ പ്രവർത്തിച്ചു എന്ന് കാണുവാനും കഴിഞ്ഞ് സന്തോഷിക്കുക. അടുത്ത വർഷം ഇതിലധികമായി സഹകരണവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു. നമുക്ക് ഏവർക്കും നന്ദി. എൻ്റെ പേര് ഷാനി. പപ്പയുടെ 3ാമത്തെ മകളാണ്. എൻ്റെ ഭർത്താവ് പഠിക്കുന്നു. UKG പഠിക്കുന്നു. രാജേഷാണ് നമുക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നത്. ജോയൽ ലില്ലി ദമ്പതികളുടെ 2ാമത്തെ മകൻ സണ്ണി അവരുടെ മൂത്ത പുത്രൻ മനുവിൻ. എൻ്റെ പേര് മനുവാണ്. ഞാൻ അടുത്ത കുടുംബം സൗമ്യ കണ്ണൻകുഴി. ഞാൻ സക്കറിയ സഫീര വല്യപ്പച്ചൻ്റെയും വല്യമ്മയുടെയും 6ാമത്തെ മകൻ യോന അപ്പൂപ്പൻ്റെയും എമി അമ്മൂമ്മയുടെയും 4ാമത്തെ മകനായ കുഞ്ഞപ്പിയുടെയും ലീലയുടെയും 3ാമത്തെ മകളാണ് സൗമ്യ. ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കട്ടേല അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ നേരത്തെ കണ്ടു. അച്ഛനുണ്ട്, വൈഫുണ്ട്. കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ കൂടെ കൊല്ലത്ത് താമസം. ദമ്പതികളുടെ 7ാമത്തെ പുത്രൻ ജോയൽ ലില്ലി ദമ്പതികളുടെ 4ാമത്തെ പുത്രൻ KJ ദാസ് രാജമ്മ അവരുടെ 2ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ വന്നുള്ളൂ. പപ്പയ്ക്ക് യാത്ര ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്രാവശ്യം വരാൻ പറ്റാത്തത്. അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബോബൻ, അദ്ദേഹം പോളിടെക്നിക്കിലെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പ്രൈവറ്റായിട്ടൊരു വെബ് ഡിസൈനിങ് ഫേം നടത്തുന്നു. എൻ്റെ അനിയത്തി അവൾ ഫാമിലിയായിട്ട് ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സൂചിപ്പിക്കുക. ഏതെങ്കിലും കുടുംബങ്ങളെ പരിചയപ്പെടുത്തുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സൂചിപ്പിക്കുക.
you write a story of my അടുത്തതായി ദിയ ഷാജി അവതരിപ്പിക്കുന്ന ഒരു നൃത്തമാണ്. Thank you.
Make it a better place for you and for me and the entire human race. There are people dying. If you care enough for the living, make a better place. Make a better space for the world. Make it a better place for you and for me and the entire human race. There are people dying. If you care enough for the living, make a better place for you and for me. Make a better place for you and for me. Make a better place for you and for me. Thank you. താങ്ക് യു ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണെന്ന്. അത് വസ്ത്രത്തിന്റെ വെളുപ്പിലേക്കും നീണ്ടുകിടക്കുന്ന താടിയിലേക്കും അഹരോന്റെ താടിയിലേക്കും തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും ആകുന്നു. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന പൊന്നുകിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെ എല്ലാം
നമ്മുടെ കണ്ണൻകുഴി ഫാമിലി ഓർഗനൈസേഷന്റെ മെമ്പറായി പ്രവർത്തിക്കുവാൻ ആഗ്രഹമുള്ള ഒരു ഫാമിലികൾക്ക് നേരത്തെ ഒരു ഫോം നൽകിയിരുന്നു. ദയവായി ഇനി ആരെങ്കിലും അത് തരാനുണ്ടെങ്കിൽ അഖില അതിന് അവരുടെ കൈവശം ദയവായിട്ട് പൂരിപ്പിച്ചു തരിക. അതിന്റെ ആ ട്രസ്റ്റിന്റെ ഒരു ഉദ്ഘാടന കർമ്മം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. അത് നമുക്കത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം അത് ഫില്ല് ചെയ്ത ഫോമും ബിർള ചേച്ചിയും ഹസ്ബൻഡ് ബാബുശേഖരൻ കൂടെ നമ്മുടെ കുടുംബത്തിലെ തന്നെ ശോഭന ചേച്ചിയുടെയും വിൽസൺ ചേട്ടന്റെയും ദമ്പതികൾ കൈവശം ഏൽപ്പിച്ച് ഈ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തേണ്ടവർ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇരു കുടുംബങ്ങളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അവസരത്തിൽ എല്ലാവരും മുന്നോട്ട് കടന്നു വന്നിരിക്കുകയും നിങ്ങളുടെ കൈവശമുള്ള പൂരിപ്പിച്ച ഫോമുകൾ നമ്മുടെ അനുവിന്റെയിലും അഖിലയുടെയിലും ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയാണ്. ഈ യങ് ബക്സിനെ ഞാൻ ആരോട് ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കാരണം എന്തിന് ഇവരുടെ പൈസയും ഇവരുടെ എനർജിയും ഇവരുടെ സമയങ്ങളെല്ലാം ചെലവാക്കി ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു ഗ്യാതറിങ്ങിനെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് എത്ര മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കി. അവർക്കൊരു വലിയ ഉദ്ദേശം, ആ ഉദ്ദേശത്തിന്റെ നാണിയാണ് ഇന്ന് ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത്. കെ ഫാമിലി എന്ന് പറയുന്ന ആ വലിയ കുടുംബത്തിലെ ഒരു കണ്ണിയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഇതുപോലുള്ള ഒരു കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഇതുപോലെ ഒരു ഗ്യാതറിംഗ് ഉണ്ടാക്കാൻ ഈ 66 വർഷം ഞാൻ ശ്രമിച്ചിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും അത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ജീവിതവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എൻ്റെ ഈ 5 വിരലുകളെ നിങ്ങൾ നോക്കുക. ഈ 5 വിരലുകളും ഒരുപോലെയല്ല. ഈ സക്കറിയ സഫീറ ദമ്പതികൾക്ക് ഉണ്ടായ മക്കൾ എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ളത് സത്യമാണ്. എല്ലാവരും പല തലങ്ങളിൽ പല കപ്പാസിറ്റികളിൽ ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നവരും ആണ്. എന്നാൽ നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ് എന്ന് നമ്മൾ പഠനത്തിൽ പറയുമ്പോൾ എന്താണ് ശുഭം, എന്താണ് മനോഹരം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വളർന്നു വരുന്ന സമയത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ നോക്കുകയും അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതായ ഒരു കടമ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രസിഡന്റ് UNO പോയി പറഞ്ഞ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത്. ഒരു വ്യക്തിയുടെ നല്ല ജീവിതം, ആ നല്ല ജീവിതം കൊണ്ട് ഒരു വീട് നന്നാകും. അതുപോലുള്ള നല്ല വീടുകൾ കൊണ്ട് ഒരു കുടുംബം നന്നാകും. നല്ല കുടുംബങ്ങൾ കൊണ്ട് ഒരു ദേശം നന്നാകും. അങ്ങനെ പല ദേശങ്ങൾ നന്നായാൽ രാജ്യം നന്നാകും. അങ്ങനെ രാജ്യങ്ങൾ നന്നായാൽ ഈ ലോകം മുഴുവൻ നന്നാകും. നല്ല പീസും ഹാർമണിയും ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയാണ്. അതിന്റെ ഒരു കണ്ണിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ നല്ല വ്യക്തി ജീവിതങ്ങളായി, നമുക്ക് നല്ല വിശ്വാസങ്ങളും, നമുക്ക് നല്ല താലന്തുകളും, നമ്മുടെ ആത്മീയ ജീവിതം ഉണർന്നു വന്നു. നമുക്ക് ദൈവം ഒത്തിരി താലന്തുകളും കഴിവുകളും തന്നു. സമൂഹത്തിൽ നമുക്ക് മാന്യത വന്നു. സമൂഹത്തിൽ നമുക്ക് നല്ല കപ്പാസിറ്റി തന്നു. ഇത്രയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ യുവതുർക്കികൾ
എന്തുകൊണ്ട് ഈ സംരംഭത്തിന് ഇറങ്ങി എന്ന് ചോദിച്ചാൽ ആ വാക്യമാണ്, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരം. ആ വാക്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ വാക്യമാണ് നമ്മുടെ ഗുരുവാക്യമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ട്രസ്റ്റ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട് അവർക്ക് വിട്ടുകൊടുക്കുക. ഇത്രയും അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടും അവർ ചെയ്യും, അതിന്റെ അക്കൗണ്ടിംഗ് സിസ്റ്റം അവർ ചെയ്യും, അതിന്റെ പർപ്പസും അവർ ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അവർക്ക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തി ജീവിതങ്ങളും ഈ വല്യപ്പച്ചനെയും വല്യപ്പച്ചയെയും ഓർപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംരംഭത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ട്. എന്നാൽ മാത്രമേ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാകുകയുള്ളൂ. ഇത്ര മാത്രമേ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കുറിവാക്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. ഇന്ന് നമ്മളിവിടെ തുടങ്ങുന്ന ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഭവനത്തിലെ ഏറ്റവും മുതിർന്ന കുടുംബം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത് ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പുതിയ തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. പുതിയ തലമുറ എങ്ങനെ വരണം? നമ്മൾ ഡാൻസ് കണ്ടു, പാട്ട് കണ്ടു, താലന്തുകൾ കണ്ടു. അവർ ഇനിയും ഒത്തിരി നൈസർഗികമായ വാസനകൾ നിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ രീതിയിൽ തന്നെ ജീവിതത്തിൽ വളർന്നു വരണം. നല്ല നല്ല ജീവിത തലങ്ങളിലേക്ക് എത്തണം. അത് എല്ലാ ഭവനങ്ങളിലും എല്ലാ ബന്ധുമിത്രാളികളിലും നമ്മുടെ എൻ്റെ ഒരാളുടെ കുടുംബം മാത്രമോ അല്ലെങ്കിൽ വേറൊരാളുടെ കുടുംബം മാത്രമല്ല, നമ്മുടെ ഈ ഭവനങ്ങൾ മുഴുവൻ, അവിടെയുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ വന്നാൽ, ആ രീതിയിലേക്ക് വളർന്നു വന്നാൽ സമൂഹം വളരും. സമൂഹം വളർന്നാൽ രാജ്യം വളരും. രാജ്യം വളർന്നാൽ രാഷ്ട്രങ്ങൾ വളരും. ഇതാണ് അബ്ദുൽ കലാമിന്റെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിന്റെ നാന്ദിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസ്തരും ആത്മീയ ജീവിതം നയിക്കുന്നവരുമാണെങ്കിൽ, കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിലെ അംഗങ്ങളാവുകയും അതിനെ നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് അത് നമ്മുടെ സമൂഹത്തിന് നല്ലൊരു പ്രയോജനം വരുന്ന രീതിയിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമേ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ ഒരു കണ്ണിയല്ല ഞാൻ, ഈ ഒരു കണ്ണിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ ഈ അപേക്ഷ നിങ്ങൾ എല്ലാവരും ഹൃദയം സ്വീകരിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിൽ അംഗത്വം എടുക്കുകയും നിങ്ങൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ പുതുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളിലും നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും എല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു വലിയ ഒരു വടവൃക്ഷമായി ഈ പ്രസ്ഥാനം വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ കഴിഞ്ഞാഴ്ച ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരുണ്ടല്ലേ? സൗണ്ടില്ല, എന്നിട്ട് സൗണ്ടില്ല. ഞാന് ഈ ശോഭനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഈ കുടുംബമായിട്ട് KK ഫാമിലിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. കാരണം ഇവരുടെ അമ്മ എന്ന് പറഞ്ഞ റബേക്ക ഞങ്ങളുടെ ധനുവച്ച് ഞാറിലെന്ന ചർച്ചിൽ സാലിഷ്ടാർബൈ ചർച്ചിൽ ജോലിയുള്ള സമയത്ത് എൻ്റെ അമ്മ ഭ്രാന്ത് വന്നിട്ട് വാഴക്കൂട് എന്ന സ്ഥലത്ത് താമസിച്ച സമയത്ത് അങ്ങനെ ആ കുടുംബമായിട്ട് ബന്ധമുണ്ട് എനിക്ക്. അവൻ മരുമകളുടെ ഞാൻ ഈ KK കുടുംബത്തിൻ്റെ മരുമകനായിട്ട് വരാൻ സാധിച്ച ഒരു കാര്യം ഇതാണ്. ഇവരുടെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഈ വിവാഹം നടന്നത്. അങ്ങനെ ആ കുടുംബത്തിൻ്റെ വന്നിട്ട് മരുമകനായി വന്ന് ഇന്ന് ഈ KK കുടുംബത്തിൻ്റെ ട്രസ്റ്റിയുടെ ഇനാഗുറേഷൻ ഞങ്ങൾക്ക് തന്നതിന്, ഇനാഗുറേഷൻ പ്രഖ്യാപിക്കുന്നതിനായി ഞങ്ങൾ വിളിച്ചു വരുത്തുന്നതിനായി എല്ലാവരും നന്ദി. എന്തുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ആയിക്കോട്ടെ? കാരണം നാം മുന്നോട്ട് വരുന്നത്
നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടത്, നമ്മുടെ മക്കൾക്ക് വേണ്ടത്. കാരണം ഞാൻ 62-ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായി നീ ബലിദാനമായി തിരുജീവനേരാകി ഞാൻ നാഥാനി കനിയില്ലയോ കണ്ണീരും തൂകുന്നിരാ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ സ്നേഹം നിറഞ്ഞ വാക്കുകൾ നീറും മനസ്സിലേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ ശരണ